ദ ബീസ്റ്റ്, സ്പാനിഷ് ഭാഷയിൽ ലാ ബിസ്തിയ. അയാളുടെ വരവിൽ അവർ വിരണ്ടുപോയിരിക്കാം. മരണത്തിൻ്റെ ചുവയുള്ള നോട്ടം, കഴുകൻ്റെ കുതിയുള്ള മുഖത്തോടെ അയാൾ ആ കുട്ടികളെ മരണത്തിലേക്ക് അടുപ്പിച്ചു കാണും. ജയിലിൽ കിടന്ന കാലത്തും പശ്ചാത്താപമില്ലാതെ അയാൾ അത് ഓർത്തിരിക്കാം. ഓരോരോ കൊലയും അയാൾ ആസ്വദിച്ചിരിക്കാം. ലോകത്തെ ഇയാൾ എന്തിനിങ്ങനെ ഭയപ്പെടുത്തിയെന്ന് ആർക്കും അറിയില്ല. ഈ മരണകഥ തന്നെ അവിശ്വസനീയമാണ്, പക്ഷേ സത്യവുമാണ്. അയാൾ ജയിലിൽ കിടന്നു മരിച്ചിട്ട് 2 വർഷമാകാൻ പോകുന്നു. 200 കുഞ്ഞുങ്ങളെ കൊന്നയാൾ. ഇതിൽ മിക്കതും ലൈംഗികാതിക്രമത്തിന് ശേഷം കൊന്നുകളഞ്ഞവ. എല്ലാ കുറ്റകൃത്യങ്ങൾക്കുമായി 1853 വർഷത്തെ തടവ്. 62-ാമത്തെ വയസ്സിൽ ലോകം കണ്ട ആധുനിക കാലത്തെ ഏറ്റവും വലിയ കൊടും കുറ്റവാളിക്ക് മരണം. ലോകത്തെ ഞെട്ടിച്ച, ഭയപ്പെടുത്തിയ ഒരു സീരിയൽ കില്ലറുടെ കഥയാണിത്. ബീസ്റ്റ് എന്ന് വിളിക്കപ്പെട്ട കൊളംബിയൻ സീരിയൽ കില്ലർ ലൂയിസ് അൽഫ്രാഡോ ഗ്രാവിറ്റോ. തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ നടത്തിയ കൊലപാതക പരമ്പരകളുടെ ചുരുളഴിയാൻ ഏറെക്കാലം വേണ്ടി വന്നു. ദരിദ്ര കുടുംബങ്ങളിലെ കുട്ടികളായിരുന്നു ഗ്രാവിറ്റോയുടെ ഇരകൾ. തുടക്കത്തിൽ നടത്തിയ കൊലകളിൽ നിന്നയാൾ ഹരം കണ്ടെത്തി. നിരന്തര കൊലപാതക പരമ്പരകളിൽ അയാൾ മുഴുകി. ലോകത്തെ തന്നെ ഞെട്ടിച്ച സീരിയൽ കില്ലറായി ലൂയിസ് ആൽഫ്രഡോ ഗ്രാവിറ്റോ പിന്നീട് മാറി. 190 കുഞ്ഞുങ്ങളെ കൊന്നു തള്ളിയെന്ന് കുറ്റസമ്മതം നടത്തി ഗ്രാവിറ്റോ. പിന്നീട് 2023 വടക്കൻ കൊളംബിയയിലെ വലേറ്റ്പർ ജയിലിൽ തൻ്റെ 66-ാമത്തെ വയസ്സിൽ മരണത്തിന് കീഴടങ്ങി. ഒരായുസ്സിൽ നടത്തിയ സർവ്വ കുറ്റകൃത്യങ്ങളുടെയും പേരിൽ ഗ്രാവിറ്റോയ്ക്ക് ലഭിച്ച തടവ് 1853 വർഷം. 8 മുതൽ 16 വയസ്സുവരെ പ്രായമുള്ളവരായിരുന്നു അയാളുടെ ഇരകൾ. സന്യാസിയും പുരോഹിതനും വീടില്ലാത്തവനും തെരുവ് കച്ചവടക്കാരനും മജീഷ്യനുമെല്ലാമായി അഭിനയിച്ചായിരുന്നു കുട്ടികളെ തട്ടിക്കൊണ്ടുപോയത്, പിന്നീട് കൊലപ്പെടുത്തിയത്. 1957 ലോകത്തിലെ ഈ കൊടും കുറ്റവാളിയുടെ ജനനം. ചില കൊലക്കേസുകളിൽ പിടിക്കപ്പെടുന്നു. ആ അന്വേഷണം കൊളംബിയയിലും മറ്റു പലയിടത്തുമായുള്ള കേസുകളുടെ ചുരുൾ അഴിക്കുന്നു. സമാനമായ രീതിയിലുള്ള കൊലകളും കുട്ടികളുടെ തിരോധാനങ്ങളും പരാതിയായി വരുന്നു. പെരേരിയ, അർമേനിയ, തുഞ്ച എന്നിങ്ങനെ പലയിടത്തു നിന്നായി അന്വേഷണങ്ങൾ അയാളെ തേടി വരുന്നു. അതെല്ലാം അയാളിലേക്ക് വിരൽ ചൂണ്ടി. ഒടുവിൽ അയാൾ കുറ്റസമ്മതം നടത്തി. തൻ്റെ കണക്കിൽ തന്നെ 190 കുഞ്ഞുങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്ത ശേഷം കൊന്നുവെന്ന് അയാൾ പറയുന്നു. 99 ഗ്രാവിറ്റോ ബലാത്സംഗ കുറ്റത്തിന് അറസ്റ്റിലാകുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥരിലൂടെ അയാൾ നടത്തിയ 114 കൊലകളുടെ ചരിത്രം ആദ്യം പുറത്തു വന്നു. 59 മൃതദേഹങ്ങൾ കണ്ടെടുക്കപ്പെട്ടു. കൊന്നതിൽ 143 പേർ ചെറിയ ആൺകുട്ടികൾ. യഥാർത്ഥത്തിൽ അയാൾ കൊലപ്പെടുത്തിയവരുടെ കണക്ക് 300-ലധികം വരുമെന്ന് പോലീസ്. പക്ഷേ തനിക്ക് തെറ്റുപറ്റിയെന്ന് കുറ്റസമ്മതം അയാൾ നടത്തുന്നത് ഒരുപാട് വർഷം കഴിഞ്ഞാണ്. 92 മുതൽ 99 വരെയായിരുന്നു ഗ്രാവിറ്റോയുടെ പൈശാചികമായ ആക്രമണകാലം. അയാൾ കൊളംബിയയിലെ ജനോവ, ക്വിൻഡിനോ, നരീനോ, ആൻറ്റിയോക്വിയ മേഖലകളിൽ ഭീതി വിതച്ചു. കൊളംബിയയിലും ഇക്വഡോറിലും വെനസ്വേലയിലും അയാൾ കൊലകൾ നടത്തി. 3 ജീവപര്യന്തങ്ങൾ ലഭിച്ച ഗ്രാവിറ്റോ 2021 സർക്കാരിൻ്റെ കനിവിനായി പക്ഷേ കുറ്റസമ്മത മൊഴി നൽകി. എന്നാൽ കൊളംബിയൻ പ്രസിഡന്റ് ഈ അപേക്ഷ തള്ളി. 1853 വർഷത്തേക്ക് തടവുകാരനായ ഗ്രാവിറ്റോയ്ക്ക് 22 വർഷം മാത്രം ഇളവ് ലഭിച്ചു. ഒരായുഷ്കാലം മുഴുവൻ ജയിലിൽ കിടന്നു. 2023 പരോൾ ലഭിച്ചെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് നടപ്പായില്ല. അധികം വൈകാതെ അയാൾ മരിച്ചു. ആധുനിക ലോകത്തെ ഏറ്റവും നീചനായ സീരിയൽ കില്ലർ എന്ന കുപ്രസിദ്ധിയാണ് ഗ്രാവിറ്റോയുടേത്. ഗൂഫി, ദ ബീസ്റ്റ് എന്നീ പേരുകളിൽ അയാൾ അറിയപ്പെട്ടു. എല്ലാ കൊലകളും ക്രൂരമായ ലൈംഗിക പീഡനത്തെ തുടർന്നുള്ളവ. കുട്ടിക്കാലത്ത് വലിയ പീഡനങ്ങൾ കുടുംബത്തിൽ നിന്ന് ഏറ്റവനാണ് ഗ്രാവിറ്റോ എന്നാണ് രേഖകളിലുള്ളത്. അത് അയാളുടെ ലോകത്തോടുള്ള പക വളർത്തി. ഹിംസയുടെ പുതിയ മാനങ്ങൾ അയാൾ സൃഷ്ടിച്ചെടുത്തു. ഏതായാലും ഗ്രാവിറ്റോ ഇപ്പോൾ ലോകത്തില്ല. പക്ഷെ പകരം ലോകത്ത് കുറ്റകൃത്യങ്ങൾ കൂടുകയാണ്. ഇന്ത്യയിലും കേരളത്തിലുമടക്കം ക്രൂരമായ കൊലപാതക പരമ്പരകൾ വർദ്ധിച്ചു വരുന്നു. സംശയത്തിൻ്റെ പേരിലും അന്ധവിശ്വാസം കൊണ്ടും ചെറിയ പ്രകോപനത്തിൻ്റെ പേരിൽ പോലും വലിയ കൊലകൾ കേരളത്തിലടക്കം
നടക്കുന്നു. ഹിംസാത്മകതയുടെ സമാനതകളില്ലാത്ത കുറ്റകൃത്യ ചരിത്രം മാറ്റി എഴുതുകയാണ് ലോകവും ഈ നാടും.